ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. ഞാൻ ഒരു 1/2 ലിറ്റർ തൈര് എടുത്ത് നന്നായിട്ട് കട്ടയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അതുപോലെ തന്നെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മുടെ കുത്തരിക്കൊക്കെ ചോറിനൊക്കെ നന്നായിട്ട് യോജിക്കുന്ന ഒരു കറി തന്നെയാണിത്. ഞാനങ്ങനെ ഉപ്പും പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയോടൊപ്പം തന്നെ കടുക്, ഉലുവ, അതുപോലെ 2-3 കൊണ്ടാട്ടപ്പറങ്കി വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്ത് ഒരു 5-6 പച്ചമുളക് നന്നായിട്ട് കഴുകി കീറി എടുത്തതാണ്. ഫുള്ള് കീറി കളയില്ല, നടുക്ക് മാത്രം കീറിയത് ഒരു 8 എണ്ണം ഉണ്ട്. അതും കൂടെ ഈ എണ്ണയിലേക്ക് തീ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കാതെ നോക്കണം. അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മുളകൊന്ന് വാടി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും. മഞ്ഞൾപ്പൊടിയും കായവും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മുളക് ഒന്ന് നന്നായിട്ട് വറുത്ത് വരണം. പച്ചമുളക് ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് തീ കുറച്ച് വെച്ചാൽ മതിയാകും. മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയെന്ന് മാത്രമല്ല, നമുക്ക് തൈരൊന്നും ഇതിൽ ചൂടാക്കുകയോ മോരൊന്നും ചൂടാക്കുകയോ ഒന്നും വേണ്ട. ഇത് നന്നായിട്ട് വറുത്ത് അതിലേക്ക് ഇട്ടാൽ മാത്രം മതിയാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. അങ്ങനെ പച്ചമുളക് എല്ലാം ഒന്ന് വാടി വരുന്ന സമയത്താണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ കുറച്ച് കായവും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച തൈരിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.